ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ മലേഷ്യയിലെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. സോ മലേഷ്യയിലെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഈ വീഡിയോ. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇന്നത്തെ നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാട്ടോ പോണത്. സോ അതിന് വേണ്ടി നമ്മൾ മോർണിംഗിൽ തന്നെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഓരോ ഡേയിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് മെനു ആണ് വരിക. സോ അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല, സെയിം ഡിഷസ് തന്നെ വരലില്ല കേട്ടോ. ഇപ്പോൾ ടോസ്റ്റ് എഗ്ഗൊക്കെ ആണെങ്കിൽ സെയിം തന്നെ വരും, പക്ഷെ നമുക്ക് ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇന്നത്തെ മെനു ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഇതായിരുന്നു. നൂഡിൽസും പിന്നെ റൈസ് ഉണ്ട്, ചിക്കൻ, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, സോസേജസ്, അങ്ങനെ ഉള്ളൊരു മെനു ആയിരുന്നു നമ്മളിന്ന് ചൂസ് ചെയ്തിരുന്നത്. പിന്നെ രാവിലെ മോർണിംഗ് ആയതുകൊണ്ട് ഒരു ചായയൊക്കെ ചൂസ് ചെയ്ത് ആൻഡ് നമ്മൾ സ്ലോലി ഇങ്ങനെ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പ്ലാനൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ തന്നെ ഒരു വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, ചെറിയൊരു കൈൻഡ് ഓഫ് ജിമ്മ് പോലെ. അവിടെയൊക്കെ പോയി നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകാൻ നിൽക്കുക കേട്ടോ. സോ നമ്മൾ പെട്രോണാസിൽ പോയിട്ടുണ്ടായിരുന്നു. സോ പെട്രോണാസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്ന അക്വേറിയം, അതായത് മലേഷ്യയിലെ അക്വേറിയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. സോ ഈ ഒരു അക്വേറിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മലേഷ്യയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്വേറിയമാണ്. കാരണം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോട്ടോ, എന്താ പറയുക, നമുക്ക് ഒരു ടൈം പോണത് അറിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ അക്വേറിയം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ്, മറൈൻ ഓർഗാനിസംസ്, പിന്നെ നമ്മൾ ജെല്ലി ഫിഷ്, സ്റ്റാർ ഫിഷ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ലൈറ്റിങ്ങും, കാരണം ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ പ്ലേസസ് എത്തുമ്പോഴും അവിടെ അങ്ങോട്ട് സ്റ്റക്കാവും, ബിക്കോസ് അത്രയ്ക്ക് ഭംഗിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും നടക്കണ പോലെ നല്ല നല്ല ഭംഗിയുള്ള പ്ലേസസ് കാണുമ്പോൾ അവിടെ സ്റ്റക്കാവും. പിന്നെ അവിടുന്ന് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുള്ളൂ കേട്ടോ. ഒരുപാട് ടണൽസും ഒരുപാട് ഏരിയാസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വലിയ, എന്താ പറയുക, ആണ് ഈ ഒരു അക്വേറിയം. ഇത് വന്നിട്ടൊരു മോളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. മോളിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, ബട്ട് ഉള്ളിലേക്ക് കയറിയ വലിയൊരു ഹ്യൂജ് സ്പേസാണിത്. നമ്മൾ മെയിൻലി നമ്മുടെ ഈച്ച് ആൻഡ് എവറി ക്ലിപ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തന്നെ കാരണം നമ്മളെ കയ്യിൽ നിന്ന് വൺസ് ഇത് മിസ്സായി പോയാലും നമ്മളെ ഈ വീഡിയോസിലൂടെ നമുക്ക് ആ മെമ്മറീസൊക്കെ റീഗെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ബെറ്റർ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈച്ച് ആൻഡ് എവറി വീഡിയോസ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകുമ്പോഴും ഒരു ടണലിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ടണലിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് സെയിം കൈൻഡ് ഓഫ് വൈബല്ല കിട്ടുക. ഈച്ച് ആൻഡ് എവറി ഏരിയ ഭയങ്കര രീതിയിൽ അവർ യുണീക്കായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഓരോന്നും ഓരോരോ കൈൻഡ് ഓഫ് മീനിങ് ഫുൾ ആയിട്ടുള്ളതും, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോരോ കൈൻഡ് ഓഫ് ഭംഗിയാണ് നമുക്ക് തരുന്നത് കേട്ടോ.
ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഇവിടെ മീനുകൾക്കുള്ള ഫുഡ് ഫീഡിങ് ചെയ്യാണ്. അതായത് ഈ കാണുന്ന രീതിയിലാട്ടോ ഫിഷസിന് ഫീഡിങ് ചെയ്യുന്നത്. പിന്നെ അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ഫുള്ളി ആയിട്ട് ഈ ഒരു അക്വേറിയം ഭയങ്കര നീറ്റായിട്ടാണ് അവർ കൊണ്ടടക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വെള്ളമൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറൊക്കെ ആയിരുന്നു. സോ അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസും ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവർ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഫീ ഇവർ ഇതിൽ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതും വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സിറ്റ് ഏരിയ ആണ് കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം ഇന്നത്തെ ഡേ ഭയങ്കര വേർത്തായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അക്വേറിയം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ റിട്ടേൺ ബാക്ക് ടു നമ്മുടെ റൂമിൽ പോയി കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റ് വൈബിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മെക്ഡൊണാൾഡ്സ് സോഫ്റ്റ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നൈറ്റിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ഇതേടാ മഴ പെയ്യണ്. നല്ല മഴയായിരുന്നു കേട്ടോ നമുക്ക് നൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് പെട്ടെന്ന് വിചാരിച്ച്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ബട്ട് ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ബട്ട് മഴ ഉണ്ടെങ്കിൽ പോലും മഴ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് എല്ലതും വരുന്നത്. സോ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മളടുത്ത് കുറേ സ്ട്രീറ്റ്സ് ഉണ്ടായിരുന്നു, ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റിൽ നമ്മൾ ചെറുതായിട്ട് ഇവിടുത്തെ കൊറിയൻ ഫ്രൈഡ് ചിക്കനൊക്കെ ട്രൈ ചെയ്ത് ഒരു അടിപൊളി മാംഗോ ഷേക്കൊക്കെ കുടിച്ച് നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.